ഞാനിത് വായിച്ചു തുടങ്ങുന്നത് ഞാൻ എൻ്റെ ചില വിചാരങ്ങൾ, ഇതോടനുബന്ധിച്ച ചില വിചാരപ്പെടലുകൾ നടത്തുകയാണ്. ഞാൻ ഈ വിഷയം വായിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഈ ലോകത്ത് ഇക്കാണുന്നതെല്ലാം ആയിരക്കണക്കായ കൊല്ലങ്ങളായി ഉണ്ടായതും ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യനിർമ്മിതമെന്ന് നാം വിചാരിച്ച് ഇവിടെ ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ എല്ലാം അള്ളാഹുവിൻ്റെ അതിമഹത്തായ സൃഷ്ടിയും അനുഗ്രഹവുമാണ് എന്ന് നാം ചിന്തിക്കണം. അതെല്ലാം നന്മക്ക് വേണ്ടിയാണ്. അതിൽ ആധുനികമായാലും പൗരാണികമായാലും എന്താണെങ്കിലും അടിസ്ഥാനപരമായി അതിൻ്റെ കണ്ടന്റുകൾ നന്മക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചതാണ്. പിന്നെ അതിനെ വികലമാക്കിയത്, മലീമസമാക്കിയത് അപക്വമായ മനുഷ്യ മനസ്സാണ്. അല്ലാതെ ഒരിക്കലും അത് TV ആയാലും റേഡിയോ ആയാലും ഇനി പുതിയ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ നൂതന ശൈലിയാണെങ്കിലും എന്താണെങ്കിലും ഇസ്ലാഹ് അല്ലാത്ത ഒരു കാര്യവും റബ്ബ് ചെയ്യുകയില്ല. എന്തിന്? മൽഊനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഈ ഇബ്ലീസിൻ്റെ നിലനിൽപ്പ് പോലും ഒരു നിലക്ക് പ്രപഞ്ചഘടനയുടെ ഒരു നന്മയുടെ ഭാഗമാണ്. ഇബ്ലീസിന് അതെങ്ങനെ ഭവിക്കുന്നു എന്നതല്ല, നന്മ തിന്മകൾക്കിടയുള്ള സമരമാണ് സത്യത്തിൽ മനുഷ്യൻ്റെ വിജയത്തിൻ്റെ നിദാനം. ഈ സമരം ഇവിടെ കൃത്യമായി നടക്കണം. എന്നിട്ട് മനുഷ്യൻ നന്മയുടെ പക്ഷത്ത് നിൽക്കണം. ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾക്ക് പിഴച്ചു പോകരുത്. ഞാൻ ഇബ്ലീസ് നല്ല ആളാണെന്നോ ഇബ്ലീസ് നിലനിൽക്കട്ടെ എന്നോ പറയല്ല, അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത്. പകരം ഇബ്ലീസ് എന്നൊരാൾ ഇല്ലെങ്കിൽ നമുക്ക് സ്വർഗമില്ല. ഒരു നിലക്ക് അയാൾ നമുക്ക് വലിയ അനുഗ്രഹം ചെയ്യുന്നുണ്ട്, അയാൾ വഴി. എന്തുകൊണ്ട്? ഇബ്ലീസിന്റെ സ്വാധീനം ലഭിക്കാത്തവർക്ക് സ്വർഗമില്ല, നരകവുമില്ല. മലക്കുകൾ, അവർക്ക് ഇബ്ലീസിന്റെ സ്വാധീനം ഒരിക്കലും ഉണ്ടാവില്ല. അവർ സ്വർഗം അനുഭവിക്കുന്നവരോ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരോ അല്ല. മലക്കുകൾ സ്വർഗത്തിലും വരും നരകത്തിലും വരും, രണ്ടിടത്തും അവർ കേവലം ഖാദിമീങ്ങൾ മാത്രമാണ്. എന്നാൽ മനുഷ്യരും ജിന്നുകളും അങ്ങനെയല്ല. ഇവർ ഇബ്ലീസിന്റെ ദുഷ്പ്രേരണയിൽ പെട്ടുപോകും. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇവിടെ സത്യത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നവനാണ് വിജയം. ഇത് ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. വെളിച്ചത്തിന്റെ മനോഹാരിത അതിനു മുമ്പോ ശേഷമോ ഇരുട്ടുണ്ട് എന്നതാണ്. താഴ്ചയുടെ താഴ്ഭാഗം നമുക്ക് നൽകുന്ന ആശ്വാസം നാം കിതച്ച് കുന്നുകയറി എന്നതുകൊണ്ടാണ്. പ്രഭാതം നമ്മിൽ സന്തോഷമുളവാക്കുന്നത് നാം ഇരുട്ടിൻ്റെ മഹാഗഹ്വരങ്ങളിലൂടെ രാത്രിയുടെ യാമങ്ങളിൽ കഷ്ടപ്പെട്ടു എന്നതുകൊണ്ടാണ്. ഇങ്ങനെ ഏതൊരു കാര്യം നമ്മൾ ആലോചിച്ചാലും അവിടെയെല്ലാം രണ്ടു ഭാഗം നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകട്ടെ എല്ലാം സൃഷ്ടിച്ചത് നന്മക്ക് വേണ്ടിയാണ്. ഇത് ഗൗരവമായി ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മനുഷ്യ മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണ് പ്രബോധകന്മാരുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം. അത്രയേ ഉള്ളൂ. അതെപ്പോൾ പാകപ്പെട്ടില്ലയോ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, TV-യുടെ വന്ന സമയത്ത് അതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു. ശരിയാണ്. പക്ഷേ ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പ്രബോധകന്മാർ അപക്വരായ മനുഷ്യരെ കുറിച്ചുള്ള ബോധം അവരിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അവർ വേണ്ടതുപോലെ അത് കൈകാര്യം ചെയ്യൂല. വേണ്ടത്ര അവരിൽ കാര്യം ഏൽപ്പിക്കാൻ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവിടെ പ്രബോധകന്മാർ വേപതു കൊള്ളും. എന്തുകൊണ്ട്? പുതിയ പുതിയ ടെക്നോളജികൾ കൂടുതൽ കൂടുതൽ മനുഷ്യരെ നാശത്തിലെത്തിക്കും. നമ്മൾ ചിന്തിക്കണം. മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച അതേ സാഹിത്യം കൊണ്ടാണ് മുത്ത് റസൂൽ മനുഷ്യനെ നന്നാക്കിയത്. പുണ്യ റസൂൽ രണ്ട് ഒറ്റ ഒന്നാണ്, മുത്ത് മുഹമ്മദ്. അവിടെ തന്നെ ഞാനിത് വായിക്കുകയാണ്. മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ കഅബാലയത്തിൽ അശ്ലീല ചുവയുള്ള ചുവ എന്ന് പറയണ്ട, തന്നെ അശ്ലീലം. هويرث قبلها وراء جاراتها الرباب بمأزل
إذا ما بكى من خلفها انصرفت له بشق وتحته شقها لم تحول. ഞാനതിൻ്റെ അർത്ഥമൊന്നും ഇവിടെ പറയുന്നില്ല, പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മാത്രമല്ല, അതിൻ്റെ മോൾ ഭാഗത്ത് കുറച്ച് സഹോദരിമാരും ഉണ്ട് എന്നതുകൊണ്ട് എനിക്കതിൻ്റെ അർത്ഥം പറയാൻ പറ്റില്ല. അത്രയും ഇത് കഅബാലയത്തിൽ കെട്ടിത്തൂക്കിയിരുന്നു മുത്തുനബി വരുമ്പോൾ. എന്താണിത്? സാഹിത്യം. എന്നാൽ സാഹിത്യം പോലെ അനർഘമായ ഒന്നുമില്ലല്ലോ. റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അല്ലമഹുൽ ബയാൻ. സാഹിത്യം പഠിപ്പിച്ചത് അല്ലാഹുവാണ്. അതിനെ മലിനപ്പെടുത്തിയത് വികലമായ മനുഷ്യ മനസ്സാണ്. അപ്പോൾ അതിനെ പാകപ്പെടുത്തുക എന്നതാണ് ധർമ്മിയുടെ ഉത്തരവാദിത്വം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ നമ്മൾ ചിന്തിക്കണം. വൃത്തികേട് എന്ന് പറഞ്ഞാൽ തനി വൃത്തികേട്. അതിൻ്റെ അർത്ഥം പോലും പറഞ്ഞാൽ നിങ്ങൾ കണ്ണുമൂക്കും പൊട്ടിപ്പോവും. അത്രയും മോശപ്പെട്ട കവിതകൾ കഅബാലയത്തിൽ കെട്ടിത്തൂക്കിയിരുന്ന കാലഘട്ടത്ത് മുത്തുനബി വന്ന്, എന്നിട്ട് അവരൊന്നും അടിച്ച് നന്നാക്കല്ല മുത്തുനബി ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയും അടിച്ചിട്ടില്ല, ആരെയും ഉപദ്രവിച്ചിട്ടില്ല. വമാ ബുഇസ്തു ലഅനൻ. മനുഷ്യനെ ശപിക്കാൻ വേണ്ടിയൊന്നും അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടില്ല എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്തില്ല. ആരെയും ആക്ഷേപിച്ചതുമില്ല, ഒന്നുമില്ല. പിന്നെ നബി എന്ത് ചെയ്ത്? നബി ആരോഗ്യകരമായ സാഹിത്യത്തിലൂടെ മനുഷ്യൻ്റെ മേൽ നന്മയുടെ വാതിലാണ് തുറന്നു വെച്ചു. മനുഷ്യനൊരു സ്വഭാവമുണ്ട്. മനുഷ്യൻ എന്നും കൗതുകത്തിൻ്റെ പിന്നാലെയാണ്. അത് മനുഷ്യൻ്റെ അടിത്തറയാണ്. മനുഷ്യൻ എന്നും കൗതുകത്തിൻ്റെ പിന്നാലെയാണ്. അത് നന്മയുടെ കൗതുകത്തെ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ വരും. തിന്മയുടെ കൗതുകത്തെ സ്ഥാപിച്ചാലോ അതിൻ്റെ പിന്നാലെ പോവും. ഒറ്റ സമൂഹമാണ് സയ്യിദുനാ മൂസ. കടൽ കടന്നു പോകുമ്പോൾ മൂസാ നബിയോടുകൂടെ 16 ലക്ഷം ഉണ്ടെന്ന് ബൈബിളിൽ പഴയ നിയമത്തിലുണ്ട്. ഖുർആൻ അങ്ങനെ പൊതുവെ കണക്ക് പറയുന്ന ഒരു ഗ്രന്ഥമല്ല. എങ്കിലും ചില തഫ്സീറുകളൊക്കെ അത് ശരിവെക്കുന്നുമുണ്ട്. 16 ലക്ഷം ഇസ്രായേലിയർ ഉണ്ടത്രേ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അവർ മൂസയുടെ കൂടെ യാത്ര ചെയ്യാം. മൂസയെ അവർക്ക് പേടിയാ അലൈഹിസ്സലാം. സയ്യിദുനാ മൂസ എന്തൊക്കെയായാലും മൂസാ നബിയുടെ കൽപ്പനക്ക് വഴിപ്പെട്ട് അവരങ്ങനെ പോവുക. മൂസ അവർക്ക് മുന്നിൽ കൗതുകമാണ്. സയ്യിദുനാ മൂസ കൗതുകം തന്നെയല്ലേ. فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى. വടിയിട്ടാൽ പാമ്പാവും, വടി താഴെയിട്ടാൽ ചിലപ്പോൾ ചെറിയ പാമ്പാകും, ചിലപ്പോൾ മൂർഖം പാമ്പാവും. ഖുർആനിൽ ഈ വടിയെ ഹയ്യത്തുൻ തസ്ആ എന്ന് പറയുന്നുണ്ട്, സുഅ്ബാനും മുബീൻ എന്ന് പറയുന്നുണ്ട്. ഹയ്യത്തുൻ തസ്ആ എന്നാൽ ഓടുന്ന പാമ്പ്. ഒരു നിലക്ക് ഹയ്യത്ത് എന്ന നീർക്കോലിക്ക് പറയും. എന്നാൽ സുഅ്ബാനും മുബീൻ മൂർഖം പാമ്പ് അങ്ങനെയുണ്ട്. എന്തേ? അത് ആവശ്യത്തിനനുസരിച്ച് കോലം മാറും. അനുവാചകനനുസരിച്ചാണ് ഇവിടെ നന്മയുടെ മാധ്യമം ഉണ്ടാകേണ്ടത്. ആവശ്യക്കാരനനുസരിച്ചാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ ഈ കൗതുകത്തിന്റെ പിന്നിൽ അവർ പിടിച്ചു നിൽക്കാം. അങ്ങനെ ഒരു നാൾ സയ്യിദുനാ മൂസ തുവാ മല കയറിപ്പോയി തൗറാത്ത് കൊണ്ടുവരാൻ. സമുദ്രനിരപ്പിൽ നിന്ന് 7539 അടി ഉയരെയാണ് തുവാ പർവ്വതത്തിന്റെ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. അതിന്റെ മുകളിൽ കയറിയപ്പോൾ അല്ലാഹു സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവിടെ ഇരുന്ന് വീണ്ടും ഇഅ്തികാഫിരുന്ന് ആരാധിക്കാൻ 10 ദിനരാത്രങ്ങൾ ആരാധിക്കാൻ കൽപ്പിച്ചു അത്രേ. അത് നേരത്തെ വിചാരിച്ചതിന് അപ്പുറമായിരുന്നു. ഏതായാലും പെട്ടെന്ന് തിരിച്ചു വരാൻ പോയ സയ്യിദുനാ മൂസ ദിവസങ്ങൾ ആഴ്ചയിലേറെ കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല. അപ്പോൾ അവിടെ ഒരു രണ്ടാം ഡ്യൂപ്ലിക്കേറ്റ് മൂസയുണ്ടായിരുന്നു. എല്ലാ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിട്ടുണ്ട്. രണ്ടാളുടെ പേര് മൂസായാണ്. ഒന്ന് മൂസ ബിൻ ഇമ്രാൻ, ഒന്ന് മൂസ സാമിരി. രണ്ടും മൂസയാണ്. ഒന്ന് മൂസ സാമിരി. മൂസ സാമിരി എന്ത് ചെയ്തു? അയാൾക്ക് ചില ജാദു അറിയാമായിരുന്നു. ജാദു എല്ലാ കാലത്തും മനുഷ്യർക്കറിയും. എൻ്റെ നാട്ടിലെ ഗോപിനാഥ് മുടുകാടാണ് ഇപ്പോൾ
കേരളത്തിൽ ജാദു കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു കൃതി വികൃതിക്കാരൻ. അപ്പോൾ ഈ ജാദു കാണിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഈ മൂസ സാമിരിക്ക്. അയാൾ ജനങ്ങളോട് പറഞ്ഞു, നമ്മുടെ കൗതുകവും നമ്മുടെ അഭിമാനവുമായ മൂസയെ മൃഗങ്ങൾ പിടിച്ചു തിന്നിട്ടുണ്ടാവും, ഇനി മൂസ വരൂല്ല, നമുക്കാകട്ടെ ഇനി ആരാ ഉള്ളത്? ഒരു ഉപായമുണ്ട്, നിങ്ങൾ സ്വർണം കൊണ്ടുവന്നാൽ ഞാൻ ദൈവത്തെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേലി ജനത സ്വർണം അവർക്ക് അയാൾക്ക് മുന്നിൽ നേർച്ചയായി സമർപ്പിച്ചു. അയാൾ എന്ത് ചെയ്ത്? സ്വർണം കൊണ്ട് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി. ഇയാൾക്കൊരു ചെറിയ ചെപ്പടി വിദ്യ അറിയാമായിരുന്നു. ചില പ്രത്യേകതരം മണ്ണ്, അയാൾ ചില ജാലവിദ്യകൾ കാണിച്ച മണ്ണും മറ്റും അയാൾ ഈ പശുവിഗ്രഹത്തിന്റെ ഉള്ളിൽ ആക്കി. ഈ പശുവിനെ ആളുകൾ ഇങ്ങനെ ത്വാഫ് ചെയ്യും, ആവശ്യങ്ങൾ പറയും. പെട്ടെന്ന് കാറ്റ് വന്നാൽ ഈ പശു വായും തുറന്നിങ്ങനെ പിടിച്ചിരിക്കുന്ന ഈ പശുവിൻ്റെ ഈ വിഗ്രഹം കാറ്റുള്ളിൽ കയറിയാൽ ഇയാളുടെ പ്രത്യേകമായ ഒരു ജാതുവും അതിലുണ്ടായിരിക്കും എന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നു. കേ എന്നൊരു ശബ്ദം ഇങ്ങനെ പ്രത്യേകമായി പുറത്തു വിടും. അപ്പോൾ സാമിരി പറയും, ഓഹോ, ഇപ്പോൾ തവാഫ് ചെയ്തവരുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം കേട്ടു, അവർ മാറട്ടെ, ഇനി അടുത്തൊരു കൂട്ടർ തവാഫ് ചെയ്യണം. ഇങ്ങനെ അപ്പോൾ ജനങ്ങൾ ആ കൗതുകത്തിന് അങ്ങോട്ട് വഴിപ്പെട്ടു. ആര്? നേരത്തെ കടൽ കടത്തിക്കൊണ്ടുപോയ മൂസായുടെ കൂടെയുള്ള ജനത ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുതിയ ഒരു കൗതുകത്തിന് പിന്നിലായി. മനുഷ്യർ എന്നും പൊതുജനം കൗതുകത്തിന്റെ അടിമകളാണ്. എന്നും അവർക്കിടയിൽ നന്മയുടെ കൗതുകം വന്നാൽ അവർ നന്മയുടെ പക്ഷത്ത് നിൽക്കും. മുഹമ്മദ് ഈ കൗതുകത്തെ കൊണ്ടുപോയി നന്മയുടെ മാനദണ്ഡങ്ങളെ കാണിച്ച് നന്മയിൽ സ്ഥാപിക്കാൻ ചില വലിയ യുഗപുരുഷന്മാർക്ക് കഴിയും. അവർ യഥാർത്ഥ നന്മയും ധർമ്മവും ഉൾക്കൊള്ളും. അസ്ഹാബ് മുഹമ്മദ് വളരെ മനുഷ്യർക്ക് എന്നും വേണ്ടത് കൗതുകമാണ്. എന്നും ഫിർഔന്റെ കൗതുകത്തിൽപ്പെട്ട ജനത പിന്നെ മൂസായുടെ കൗതുകത്തിൽപ്പെട്ടു. മൂസായുടെ കൗതുകത്തിൽപ്പെട്ട ജനത പിന്നെ സാമരിയുടെ കൗതുകത്തിൽപ്പെട്ടു. അല്ല, ഇപ്പുറത്തെ കാറൂന്റെ കൗതുകത്തിലും പെട്ടു. കാറൂന്റെ കൗതുകവും മൂസായുടെ കൗതുകവും നോക്കിയപ്പോൾ ഒന്നുകൂടെ നല്ലത് കാറൂന്റെ കൗതുകമായതുകൊണ്ട് കാറൂന്റെ കൂടെ കൂടി. അതിനെ ഖുർആൻ കൊണ്ടുവന്ന രീതി നിങ്ങൾ കണ്ടോ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فخرج على قومه في زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم فخرج على قومه في زينته ആ വാക്ക് വളരെ പെർഫെക്റ്റ് ആയ ഒരു പ്രയോഗമാണ്. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതി. ലക്ഷോപലക്ഷം ഇസ്രായേലികൾക്കിടയിലേക്ക് പ്രഭുകുമാരൻ എല്ലാവിധ അലങ്കാരവും അണിഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു. ഖാലല്ലദീന യുരീദുനൽ ഹയാത്ത ദുനിയ, ഭൗതിക പ്രവർത്തകർ പറഞ്ഞു, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഖാറൂനെ പോലെ ഞങ്ങൾക്കും ലഭിച്ചിരുന്നുവെങ്കിൽ. അത് കൗതുകമാണ്. പിന്നെ ഉണ്ടായതെന്താ? അടുത്ത ആയത്ത്. ഇപ്പോൾ കൗതുകം അട്ടിമറിയും. ഇനിയിപ്പോൾ കൗതുകം, ഇപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് കൗതുകം അട്ടിമറിച്ച് കാണിച്ചു തരാം. فخسفنا به وبداره الأرض فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين وأصبح الذين تمنوا مكانه بالأمس يقولون وكأن الله يبسط الرزق لمن يشاء من عباده ويقدر لولا أن من الله علينا لخسف بنا وكأنه لا يفلح الكافرون. ഒരു നാൾ ജനങ്ങളെ ഇത്രയേറെ ആകർഷിച്ച ഖാറൂൻ ഫഖസഫ്നാ ബിഹി വബിദാരിഹി, അവനെയും അവൻ്റെ കൊട്ടാരത്തെയും നാം ഭൂമിയിലാഴ്ത്തി. പിന്നെ പറഞ്ഞത് فما كان له من فئة ينصرونه وما كان من دون الله وما كان من المنتصرين
ഇന്നലെ വരെ അവൻ്റെ കൗതുകം കണ്ട് ഭൗതിക പ്രമത്തരായ ജനത ഇന്ന് പ്രഭാതത്തിൽ പറയാൻ തുടങ്ങി, അല്ലാഹു അനുഗ്രഹങ്ങൾ കൊടുക്കേണ്ടവർക്ക് കൊടുത്തോട്ടെ, കൊടുക്കേണ്ടവർക്ക് എടുത്തോട്ടെ, നമുക്ക് വേണ്ട, നമുക്കേതായാലും കാറൂനെ പോയല്ല നമ്മളാക്കിയില്ലല്ലോ, അത് മതി. എന്തുകൊണ്ട്? തലേ രാത്രി ഉണ്ടായ ഭൂമി കുലുക്കമാണ് ഇപ്പോൾ അവരുടെ. എന്നും മനുഷ്യൻ കൗതുകത്തിൻ്റെ ആളുകളാണ്, എന്നും എന്നും ഉറപ്പ്. മനുഷ്യർക്ക് ഭാഷയുടെ രീതി മാറും, കുപ്പായം മാറും, കോട്ട് മാറും, ചെരുപ്പ് മാറും, മനസ്സ് മാറില്ല, അതെന്നൊന്നാണ്. പക്ഷേ അതിനിടയിൽ ഒരു വിഷയം ഉണ്ടാവും. ചില വലിയ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യും? മനുഷ്യരെ നന്മയുടെ ഭാഗത്തേക്ക് ഒട്ടിക്കും. അപ്പോൾ അവർക്ക് കൗതുകത്തിനപ്പുറം അവർ യഥാർത്ഥത്തിലേക്ക് കയറും. അവർ യഥാർത്ഥം, അത് വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവും.